ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചോക്ലേറ്റ് കേക്കാണ്. സാധാ കേക്ക് പോലല്ല, ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് കപ്പും മെഷറിംഗ് സ്പൂണും അതുപോലെ ബീറ്ററും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് മതി. അത് നമ്മുടെ ഒരു മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈ കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പിന്നെ ബീറ്ററിന് പകരം മിക്സിയിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സാണ്. ഒരു ചെറിയ ഗ്ലാസ് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക്. ശരിക്കും നമ്മൾ ഗ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഗ്ലാസ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ആവുന്നില്ലെങ്കിൽ സാരമില്ല, എത്രയാണോ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ആ ഗ്ലാസിൻ്റെ ലെവലിൽ എത്രയാണോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേ മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കാൻ പോണത്. ഈ ഗ്ലാസ്സിൽ ശരിക്കും 4 മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇനി ഇതേ അളവിലാണ് ഞാൻ പഞ്ചസാരയൊക്കെ എടുക്കാൻ പോണത്. അതുകൊണ്ട് ഈ മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മുട്ട നിന്ന് അതേ അളവിൽ നമുക്ക് പഞ്ചസാര എടുക്കാം. ഇത് നോർമൽ പഞ്ചസാരയാണ്, പൊടിച്ചതൊന്നുമല്ല. അപ്പോൾ നമ്മളിനി ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പഞ്ചസാര നല്ലോണം പൊടിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ട ഓരോന്നോരോന്നായിട്ട് ചേർക്കുക, എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അതിനുശേഷം അടുത്തത് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഹൈ സ്പീഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഇത് പതഞ്ഞ് പൊങ്ങി വരും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസിൻ്റെ ആ അളവുണ്ടല്ലോ, അതിൻ്റെ പകുതി ഭാഗം ഓയിലെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു ഗീവ് അവേ നടത്തുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിരുന്നു. ഇന്ന് ഈ വീഡിയോയിലൊരു കോഡ് പറയുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ലെറ്റർ ബി ആണ് ഇന്നത്തെ കോഡ്. ഇതുപോലെ ഇനിയും 4 വീഡിയോസിൽ കോഡ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് എനിക്ക് മെയിൽ ചെയ്താൽ മതി. അതാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോണത്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയും കോക്കോ പൗഡറൊക്കെ ഒന്ന് അളന്നെടുത്തിട്ട് അത് അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 1.5 സ്പൂണോളം കോക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അത് നമ്മുടെ നോർമൽ സ്പൂൺ വെച്ചിട്ടാണ് അളന്നെടുക്കണേ. പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് ഏത് കോക്കോ പൗഡറാണ് യൂസ് ചെയ്യണതെന്ന്. ഞാൻ ബേക്കേഴ്സിൻ്റെതാണ്, നല്ല ഡാർക്ക് കളർ കിട്ടലുണ്ട്. ഞാൻ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മുട്ട എടുത്തതിൻ്റെ ആ അളവ് എത്തുന്നവരെ മൈദ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ലോണം പൊങ്ങി വരൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ടയും ഓയിലും പഞ്ചസാരയും കൂടെ അടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊക്കോ പൗഡറും മൈദയും കൂടെ അരിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇടുമ്പോഴും ഒന്ന് അരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉണ്ടല്ലോ, അതുപോലെ ചെയ്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ വിനീഗറും കൂടെ മിക്സ് ആക്കിയിട്ട് ഒഴിക്കണം, കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ എടുക്കുക, ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നിൻ്റെ സൈഡിലും താഴ്ഭാഗത്തൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാനിലോ അല്ലെങ്കിൽ കുക്കറിലേക്കോ ഒഴിച്ചാൽ മതി. ഞാൻ വേറെയും കുറേ കേക്ക്സ് അങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം കുറച്ചൊരു ഹൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കണത്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോണ പാത്രം ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെക്കേണ്ടത്. ഈ പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു കുഞ്ഞ് തട്ടെടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കേക്ക് ടിന് വെക്കണം. അധികം ഹീറ്റ് അതിലേക്ക് വരാതൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ സോസ് പാനിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തട്ട് താഴെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ സോസ് പാൻ വെക്കേണ്ടത്. ഇതെല്ലാം ഞാൻ വേറെയും കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റവിനനുസരിച്ചിട്ടും പാത്രത്തിനനുസരിച്ചിട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് 25 മിനിറ്റാണ് ഇത് കുക്കായി വരാനായിട്ട് എടുത്തത്. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മേലെയായിട്ട് ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മെൽറ്റായി വന്നോളും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് നല്ലോണം ബേക്കായിട്ടുണ്ട്. പക്ഷേ നടുവിലൊരു ക്രാക്ക് വന്നതാണ്. അത് ഈ ഹീറ്റ് എല്ലാ സ്ഥലത്തേക്കും ഈക്വലായിട്ട് എത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ ക്രാക്ക് വരുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിലും താഴത്തൊക്കെ ഉള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കളയാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഈ കേക്കിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഇങ്ങനെ ഒരു ബൗൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ കേക്ക് വെക്കാൻ പോണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ബാക്കിയുണ്ടെങ്കിൽ ഈ പ്ലേറ്റിലേക്ക് വീണോളും. കേക്ക് ഇങ്ങനെ മറിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് മേലേക്ക് നമ്മുടെ ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്തത് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അത് തന്നാലെ എല്ലാ ഭാഗത്തേക്കും പരന്നോളും. ഇനി ഡാർക്ക് ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാനിങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ്. വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈ ലൈൻസിന് മേലാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ വരും. ഇനി നമുക്ക് ഈ കേക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂറോളൊക്കെ വെച്ചാൽ തന്നെ മതിയാവും. അങ്ങനെ നമ്മുടെ ഓവനും ബീറ്ററും ബേക്കിംഗ് പൗഡറും ഒന്നും വേണ്ടാത്ത കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ചോക്ലേറ്റും കൂടെ ആകുമ്പം അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും ഉണ്ട്, ഹാർഡൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്